ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. ഇന്ത്യയുടെ ശുഭാംശു ശുക്ല ഉൾപ്പെടെ 4 പേരടങ്ങുന്ന ആക്സിയം 4 ബഹിരാകാശ ദൌത്യ സംഘം ഇന്ന് ഭൂമിയിൽ തിരിച്ചെത്തും. ഒഡീഷ സന്ദർശനത്തിന്റെ 2ാം ദിനമായ ഇന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു റവൻഷാ സർവകലാശാലയുടെ 13ാം ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കും. സ്ഥാപിത വൈദ്യുത ശേഷിയുടെ 50% ഫോസിൽ ഇതര ഇന്ധന സ്രോതസ്സുകളിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ച് രാജ്യം. റഷ്യയിൽ നിന്ന് എണ്ണ, വാതകം, യുറേനിയം തുടങ്ങിയവ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങൾക്ക് 100% ദ്വിതീയ തീരുവ ചുമത്തുമെന്ന് അമേരിക്ക. കേരളത്തിൽ 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോർഡ്സ് ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്കെതിരെ ഇംഗ്ലണ്ടിന് ജയം. വാർത്തകൾ വിശദമായി. ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരി ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാംശു ശുക്ല ഉൾപ്പെടെ 4 പേരടങ്ങുന്ന ആക്സിയം 4 ദൌത്യ സംഘം ഇന്ന് ഭൂമിയിലെത്തും. ഇന്ന് വൈകുന്നേരം 3 മണിയോടെ പേടകം ശാന്തസമുദ്രത്തിൽ സ്പ്ലാഷ് ലാൻഡിംഗ് നടത്തും. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്നും ഇന്നലെ വൈകിട്ട് 4:45ഓടെയാണ് അൺഡോക്കിംഗ് പൂർത്തിയായത്. 18 ദിവസത്തെ ബഹിരാകാശ വാസത്തിന് ശേഷമാണ് ശുഭാംശു ശുക്ലയും സംഘവും മടങ്ങിയെത്തുന്നത്. ഇന്ത്യയ്ക്കു വേണ്ടി പ്രത്യേകമായി 7 പരീക്ഷണങ്ങൾ ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുക്ല നടത്തി. ലാൻഡിംഗിന് ശേഷം സംഘാംഗങ്ങൾ ഭൂമിയുടെ ഗുരുത്വാകർഷണവുമായി പൊരുത്തപ്പെടാൻ 7 ദിവസത്തെ പുനരധിവാസ പരിപാടിക്ക് വിധേയരാകും. ഒഡീഷ സന്ദർശനത്തിന്റെ 2ാം ദിനമായി ഇന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു റവൻഷാ സർവകലാശാലയുടെ 13ാം ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കും. കട്ടക്കിലുള്ള റവൻഷാ ഗേൾസ് ഹൈസ്കൂളിന്റെ 3 കെട്ടിടങ്ങളുടെ പുനരുദ്ധാന പ്രവർത്തനങ്ങൾക്കും രാഷ്ട്രപതി ഇന്ന് തറക്കല്ലിടും. പ്രശസ്ത ഒഡിയ കവിയും പണ്ഡിതനുമായിരുന്ന ആദികവി സർല ദാസിന്റെ ജന്മവാർഷികാഘോഷത്തിൽ പങ്കെടുക്കുന്ന രാഷ്ട്രപതി മുർമു 2024 കലിംഗരത്ന പുരസ്കാരങ്ങളും സമ്മാനിക്കും. വൈകുന്നേരത്തോടെ ഡൽഹിയിലേക്ക് മടങ്ങും. അതിർത്തിയിലെ തർക്കങ്ങൾ പരിഹരിച്ചതിലൂടെ ഇന്ത്യ ചൈന ബന്ധത്തിൽ മികച്ച പുരോഗതി കൈവന്നതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ബീജിംഗിൽ ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയുമായി കൂടിക്കാഴ്ച നടക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള സുസ്ഥിരവും ക്രിയാത്മകവുമായ ബന്ധം ലോകത്തിനാകെ ഗുണം ചെയ്യുമെന്നും വിദേശകാര്യമന്ത്രി വ്യക്തമാക്കി. We have made good progress in the past 9 months for the normalization of our bilateral relations. It is the result of the resolution of friction along the border and our ability to maintain peace and tranquility there. This is the fundamental basis of our mutual strategic trust and for smooth development of bilateral relations. It is now incumbent on us to address other aspects related to the border, including de-escalation. കാനഡയിൽ രഥഘോഷയാത്രയ്ക്കിടെ ഉണ്ടായ പ്രശ്നങ്ങളെ അപലപിച്ച് ഇന്ത്യ. സംഭവത്തിന് ഉത്തരവാദികളായവർക്കെതിരെ നടപടിയെടുക്കാൻ കനേഡിയൻ അധികൃതരോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ മാധ്യമങ്ങളോട് പറഞ്ഞു. ജനങ്ങളുടെ മതപരമായ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് കനേഡിയൻ സർക്കാർ ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ശ്രീ ജയ്സ്വാൾ പറഞ്ഞു. നദീജലം പങ്കിടുന്നതുമായി ബന്ധപ്പെട്ട തർക്കം സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ തെലങ്കാന, ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിമാരുടെ യോഗം നാളെ ഡൽഹിയിൽ ചേരും. കേന്ദ്രമന്ത്രി CR പാട്ടീലിന്റെ സാന്നിധ്യത്തിൽ കൂടിക്കാഴ്ച നടത്താൻ തെലങ്കാന മുഖ്യമന്ത്രി A. രേവന്ത് റെഡ്ഡിയെയും ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി N. ചന്ദ്രബാബു നായിഡുവിനെയും കേന്ദ്രം ക്ഷണിച്ചു. സ്ഥാപിത വൈദ്യുത ശേഷിയുടെ 50% ഫോസിൽ ഇതര ഇന്ധന സ്രോതസ്സുകളിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ച് ഊർജ്ജ പരിവർത്തന മേഖലയിൽ ഇന്ത്യ നാഴികക്കല്ല് സൃഷ്ടിച്ചു. ലക്ഷ്യമിട്ടതിനേക്കാൾ 5 വർഷം മുമ്പാണ് നേട്ടം സ്വന്തമാക്കിയത്. PM കുസും, PM സൂര്യഘർ മഫ്ത് ബിജ്ലി യോജന, സോളാർ പാർക്ക് വികസനം തുടങ്ങിയ മുൻനിര പരിപാടികളാണ് ഈ പരിവർത്തനത്തിന് ശക്തമായ അടിത്തറ പാകിയത്. കാലാവസ്ഥാ വ്യതിയാനത്തിന് പരിഹാരങ്ങൾ തേടുന്ന ലോകത്തിന് ഇന്ത്യ വഴികാട്ടുകയാണെന്ന് കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. കേരളത്തിൽ നിപ്പ സമ്പർക്ക പട്ടികയിൽ നിലവിൽ 609 പേരാണുള്ളതെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. പാലക്കാട് നിപ്പ റിപ്പോർട്ട് ചെയ്ത 2ാമത്തെ വ്യക്തിയുടെ സമ്പർക്ക പട്ടികയിൽ 112 പേർ ഉൾപ്പെടെ ആണിത്. സംസ്ഥാനത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്. അനാവശ്യ ആശുപത്രി സന്ദർശനങ്ങൾ ഒഴിവാക്കണമെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകി. ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഈ സഞ്ജീവനി വഴി ഡോക്ടറുടെ സൌജന്യ സേവനം തേടാം.
10 ദിവസത്തെ ചികിത്സയ്ക്കായി അമേരിക്കയിൽ പോയ മുഖ്യമന്ത്രി പിണറായി വിജയൻ മടങ്ങിയെത്തി. ഇന്ന് പുലർച്ചെയോടെയാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അദ്ദേഹം എത്തിയത്. ഭാര്യ കമലയും ഒപ്പമുണ്ടായിരുന്നു. ഒരു ജില്ല ഒരു ഉൽപ്പന്നം പദ്ധതിയുടെ കീഴിൽ ആദ്യമായി കയറ്റുമതി ചെയ്യുന്നവരെയും ഓരോ ജില്ലയിൽ നിന്നുള്ള പുതിയ വിപണികളെയും പ്രോത്സാഹിപ്പിക്കുന്നതിന് സർക്കാർ പുതിയ മാർഗനിർദ്ദേശങ്ങൾ കൊണ്ടുവരുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. നാഷണൽ വൺ ഡിസ്ട്രിക്ട് വൺ പ്രോഡക്റ്റ് 2024 അവാർഡ് ദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലോകത്തിൽ ഏറ്റവും വേഗത്തിൽ വളരുന്ന വലിയ സമ്പദ് വ്യവസ്ഥയാണ് നമ്മുടെ രാജ്യമെന്നും വികസിത രാജ്യങ്ങളുമായി ആധുനിക വ്യാപാര കരാറുകളിൽ ഏർപ്പെടുന്നത് തുടരുമെന്നും ശ്രീ ഗോയൽ പറഞ്ഞു. India is a stable economy. India has a huge domestic market. 140 crore Indians themselves drive economic growth, and the world today looks up to India as an engine of growth, and we will continue to enter into modern trading arrangements with കേരള ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിൽ താൽക്കാലിക വിസിമാരെ നിയമിച്ചതുമായി ബന്ധപ്പെട്ട് ചാൻസലർ കൂടിയായ ഗവർണർ നൽകിയ ഹർജി ഹൈക്കോടതി തള്ളി. സർവകലാശാലകളിൽ സർക്കാർ പാനലുകളിൽ നിന്നല്ലാതെ വിസിമാരെ നിയമിച്ച നടപടി നേരത്തെ ഹൈക്കോടതി സിംഗിൾ ബെഞ്ചും തള്ളിയിരുന്നു. താൽക്കാലിക വിസിമാരുടെ കാലാവധി 6 മാസത്തിൽ കൂടുതലാകരുതെന്നും സ്ഥിരം വിസി നിയമനത്തിനുള്ള നടപടികൾ വേഗത്തിലാക്കണമെന്നും ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചു. ഉത്തരവ് സ്വാഗതാർഹമാണെന്ന് മന്ത്രി ആർ ബിന്ദു മാധ്യമങ്ങളോട് പ്രതികരിച്ചു. റഷ്യയിൽ നിന്ന് എണ്ണ, വാതകം, യുറേനിയം തുടങ്ങിയവ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങൾക്ക് 100% ദ്വിതീയ തീരുവ ചുമത്തുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. 50 ദിവസത്തെ സമയപരിധിക്കുള്ളിൽ റഷ്യ യുക്രൈനുമായി സമാധാന കരാർ ഉണ്ടാക്കിയില്ലെങ്കിൽ ശിക്ഷാ തീരുവ പ്രാബല്യത്തിൽ വരും. വൈറ്റ് ഹൌസിൽ വാർത്താ സമ്മേളനത്തിലാണ് ട്രംപ് ഇക്കാര്യം അറിയിച്ചത്. റഷ്യയിൽ നിന്ന് ഊർജ്ജം വാങ്ങുന്നതിൽ നിന്ന് ചൈനയെയും ഇന്ത്യയെയും തടഞ്ഞാലുണ്ടാകുന്ന സാമ്പത്തിക പ്രതിസന്ധി റഷ്യയുടെ യുദ്ധനീക്കത്തെ ബാധിക്കുമെന്നാണ് അമേരിക്കയുടെ വിലയിരുത്തൽ. കേരളത്തിൽ 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നിന്നും വെള്ളിയാഴ്ച വരെ മത്സ്യബന്ധനത്തിന് പോകരുതെന്ന് മുന്നറിയിപ്പ് നൽകി. ഹിമാചൽ പ്രദേശിൽ കനത്ത മഴ തുടരുന്നു. മണ്ണിടിച്ചിൽ കാരണം നിരവധി റോഡുകൾ ഇപ്പോഴും അടച്ചിട്ടിരിക്കുകയാണ്. ഷിംല, സോളൻ, സിർമൌർ ജില്ലകളിൽ ഇന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. രാജ്യത്തിന്റെ വടക്കു പടിഞ്ഞാറൻ, കിഴക്കൻ, മധ്യഭാഗങ്ങളിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഉത്തർപ്രദേശിൽ പെയ്യുന്ന കനത്ത മഴയിൽ പല നദികളിലെയും ജലനിരപ്പ് ഉയർന്നു. വെള്ളപ്പൊക്ക ഭീഷണിയുള്ളതിനാൽ പ്രത്യേക ജാഗ്രത പുറപ്പെടുവിച്ചു. ലോർഡ്സ് ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്കെതിരെ ഇംഗ്ലണ്ടിന് ജയം. 5ാം ദിനമായ ഇന്നലെ ഇന്ത്യ 22 റൺസിന് പരാജയപ്പെട്ടു. ഇംഗ്ലണ്ട് മുന്നോട്ട് വച്ച 193 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ 170 റൺസിന് ഓൾ ഔട്ടായി. രവീന്ദ്ര ജഡേജ 61 റൺസുമായി പുറത്താകാതെ നിന്നു. 5 മത്സരങ്ങളുള്ള ടെസ്റ്റ് പരമ്പരയിൽ ഇംഗ്ലണ്ട് ഇപ്പോൾ 2-1 മുന്നിലാണ്. ജോർജിയയിൽ നടക്കുന്ന ഫിഡെ വനിതാ ചെസ് ലോകകപ്പിൽ ഇന്ത്യയുടെ വൈശാലിയും ഹരിക ദ്രോണവല്ലിയും പ്രീ ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചു. മുൻ മത്സരങ്ങളെല്ലാം സമനിലയിൽ അവസാനിച്ചതിന് ശേഷം റാപ്പിഡ് ടൈ ബ്രേക്കിലൂടെയാണ് ഇരു താരങ്ങളും ക്വാർട്ടറിൽ എത്തിയത്. ടോക്കിയോയിൽ ഇന്ന് ആരംഭിക്കുന്ന ജപ്പാൻ ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യയ്ക്ക് പ്രതീക്ഷയായി സാത്വിക് സായിരാജ്, രംഗിറെഡ്ഡി, ചിരാഗ് ഷെട്ടി സഖ്യം. ഈ വർഷത്തെ ആദ്യ കിരീടം ലക്ഷ്യമിട്ടാണ് താരങ്ങൾ ഇറങ്ങുന്നത്. സിംഗിൾസിൽ പരിക്കിന്റെ തിരിച്ചടികൾക്ക് ശേഷം ഫോം വീണ്ടെടുക്കുമെന്ന പ്രതീക്ഷയിലാണ് ലക്ഷ്യ സെന്നും PV സിന്ധുവും കളത്തിലിറങ്ങുന്നത്. താഷ്കെന്റിൽ നടക്കുന്ന അണ്ടർ 20 വനിതാ ഫുട്ബോളിലെ സൌഹൃദ മത്സരത്തിൽ ഉസ്ബെക്കിസ്ഥാനെതിരെ ഇന്ത്യ 1-1 എന്ന സമനിലയിൽ പിരിഞ്ഞു. അടുത്ത മാസം നടക്കാനിരിക്കുന്ന AFC അണ്ടർ 20 വനിതാ ഏഷ്യൻ കപ്പ് യോഗ്യതാ മത്സരങ്ങൾക്കുള്ള തയ്യാറെടുപ്പുകളുടെ ഭാഗമായാണ് സൌഹൃദ മത്സരങ്ങൾ നടക്കുന്നത്. ഇന്ത്യയും ഉസ്ബെക്കിസ്ഥാനും നാളെ വീണ്ടും ഏറ്റുമുട്ടും. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയുടെ ശുഭാംശു ശുക്ല ഉൾപ്പെടെ 4 പേരടങ്ങുന്ന ആക്സിയം 4 ബഹിരാകാശ ദൌത്യ സംഘം ഇന്ന് ഭൂമിയിൽ തിരിച്ചെത്തും. ഒഡീഷ സന്ദർശനത്തിന്റെ 2ാം ദിനമായി ഇന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു റവൻഷാ സർവകലാശാലയുടെ 13ാം ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കും. സ്ഥാപിത വൈദ്യുത ശേഷിയുടെ 50% ഫോസിൽ ഇതര ഇന്ധന സ്രോതസ്സുകളിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ച് രാജ്യം. റഷ്യയിൽ നിന്ന് എണ്ണ, വാതകം, യുറേനിയം തുടങ്ങിയവ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങൾക്ക് 100% ദ്വിതീയ തീരുവ ചുമത്തുമെന്ന് അമേരിക്ക. കേരളത്തിൽ 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോർഡ്സ് ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്കെതിരെ ഇംഗ്ലണ്ടിന് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.